നമ്മുടെ ലൈഫിലൊക്കെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാവരുടെ എല്ലാം പറയണമെന്നൊന്നുമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രൈവസി കീപ്പ് ചെയ്യണം, കുറച്ച് ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടത് അത് അത്യാവശ്യമാണ് ലൈഫിൽ, അല്ലേ? അപ്പോൾ കുറച്ച് നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെ നമ്മുടെ ലൈഫിൽ ഇനിയും രഹസ്യമാക്കി വെക്കേണ്ട കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ പ്രൈവസി കീപ്പ് ചെയ്യേണ്ട, പ്രൈവറ്റായിട്ട് വെക്കേണ്ട, കുറച്ച് ബൗണ്ടറീസ് കീപ്പ് ചെയ്യേണ്ട നമ്മുടെ മാത്രം കുറച്ച് രഹസ്യങ്ങൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം, പേഴ്സണൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്. ഇത് ഒരിക്കലും നമ്മൾ ഓവറായിട്ട് ആരോടും ഷെയർ ചെയ്ത്, ഇനി എത്ര ക്യാഷ് ഉണ്ടെങ്കിലും ശരി, എത്ര ക്യാഷ് ഇല്ലെങ്കിലും ശരി, നമ്മളത് ആരുടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ലോട്ടറി അടിച്ചു വന്നിരിക്കാൻ, ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തൊരു ന്യൂസൊക്കെ കാണുകയുണ്ടായി, ലോട്ടറി അടിച്ചപ്പോൾ വീട്ടിൽ മൊത്തം ആൾക്കാരുടെ ക്യൂ ആണ്, ഇച്ചിരി ക്യാഷ് കടം തരുമോ, അത് പ്രശ്നമാണ്, കുറച്ച് തരുമോ ചോദിച്ചിട്ട് എന്നുള്ളത്, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതെന്നുള്ളത്. അപ്പോൾ ആൾക്കാരുടെ വിചാരം നമ്മൾ കുറേ ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നാട്ടുകാർക്ക് മൊത്തം ഹെൽപ്പ് ചെയ്യാനുള്ള പൈസ ഉണ്ടെന്നാണ്. അപ്പം അങ്ങനത്തെ ധാരണകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളെ മാക്സിമം ബാക്കിയുള്ളവർ യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അവരെന്തൊക്കെയോ നമ്മുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യും, പക്ഷെ ഒന്നും നടക്കൂല. ലാസ്റ്റ് ഉള്ള ബന്ധം കൂടെ പോയി കിട്ടും. അതിനി ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാതും ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ 1-2 ആൾക്കാർ ഇച്ചിരി ക്യാഷിലോട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും, എന്ന് എഴുതിയിട്ട് മൊത്തം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു കണ്ണുകടിയായിരിക്കും. അയാളെ മാത്രം ഹെൽപ്പ് ചെയ്യുള്ളൂ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമായിരിക്കും. സോ നമ്മുടെ ഇൻകം എന്താണ്, നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താണെന്നുള്ളതൊക്കെ ബാക്കിയുള്ളവർ അറിയുന്നതുകൊണ്ടുള്ള പ്രശ്നമാണത്. അപ്പോൾ ഒരിക്കലും നമുക്ക് എത്ര ക്യാഷ് ഉണ്ടെങ്കിലും ആരോടും പറയാണ്ടിരിക്കുന്നതാണ് ഭേദം. എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് ആരോടും പറയണ്ട, ജീവിക്കാനുള്ള ക്യാഷ് ഉണ്ട് അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇനിയിപ്പോൾ ക്യാഷ് ഇല്ല എന്ന് വെച്ചോട്ടെ, നമ്മൾ പട്ടിണിയാണെന്ന് വെച്ചോട്ടെ, അതും നിങ്ങൾ ആരോടും പറയണ്ട. നമ്മുടെ പട്ടിണി ദാരിദ്ര്യം ഇപ്പം എന്തിനപ്പോൾ നമ്മളെല്ലാവരും നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട ആവശ്യം? എന്നിട്ട് നമ്മളൊരു 100 രൂപ കടം ചോദിച്ചാൽ അവരാരും തരത്തൂല. കാരണം എന്താ, നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അയാൾ തിരിച്ചു തരുമോ എന്നുള്ള പേടിയുണ്ടായിരിക്കും തരുന്നവർക്ക്. നമ്മളിനി എന്തെങ്കിലും അയാളെ പറ്റിച്ചിട്ട് പോവോ, ഇത്രയും പട്ടിനും പരിവട്ടമാണ്, അവരുടെ കയ്യിൽ ഒട്ടും ക്യാഷ് ഇല്ലാത്തതാണ്, നമ്മൾ അയാളെ ഒന്നിനും കൂടെ കൂട്ടാത്തതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നമ്മൾ അവോയ്ഡ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. സോ എത്ര പുവറാണെന്നുണ്ടെങ്കിലും എത്ര റിച്ച് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കറക്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ആരെ അറിയിക്കേണ്ട. തൽക്കാലം ജീവിച്ച് പോകാനുള്ളത് ഉണ്ടെന്ന് മാത്രം എല്ലാവരും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. രണ്ടാമതായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. നമ്മുടെ ഇപ്പോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വഴക്കിട്ടു വിചാരിക്കുക, ഫ്രണ്ട്സിൻ്റെ കാര്യം തന്നെ എടുക്കുക, വഴക്കിട്ടു വിചാരിക്കുക. വഴക്കിട്ട് കഴിഞ്ഞാൽ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ വഴക്കിട്ടു, അതിന് അവർക്ക് കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ വഴക്കിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യായിരിക്കും, ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ആ ബാക്കിയുള്ള കോമൺ ഫ്രണ്ട്സുമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, അല്ല ബാക്കിയുള്ള ഫ്രണ്ടിനെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞു വിചാരിക്കുക. പ്രശ്നമായോ അതവിടെ? കാരണം ബാക്കിയുള്ള ഫ്രണ്ട്സ് ഈ ഫ്രണ്ടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പൊതുവെ കുറയും, ഉള്ള ഫ്രണ്ട്ഷിപ്പും കൂടെ മൊത്തം പോയി കിട്ടും. പിന്നെ ബാക്കിയുള്ളവരുടെ ഉപദേശങ്ങളായി, അഡ്വൈസായി, ഉള്ള പ്രശ്നം കുറച്ചും കൂടി ഊതിപ്പെരിപ്പിക്കാൻ ആൾക്കാർ വരും, അതിൻ്റെ ഇടയിൽ കയറി കളിക്കാൻ കുറച്ച് ആൾക്കാർ വരും. അവരുടെ ഉപദേശം ചിലപ്പോൾ നെഗറ്റീവ് ഉപദേശമായിരിക്കും, അത് കേട്ട് നമ്മൾ പല പൊട്ടത്തരങ്ങളും ചെയ്തു കൂട്ടും. അങ്ങനെ കുറേ ഇഷ്യൂസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ ഉപദേശത്തിനോ അഡ്വൈസിനോ ഉതകുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒന്നും നിങ്ങൾ ആരുടെ പറയാൻ നിൽക്കണ്ട. അവർ ചിലപ്പോൾ നല്ലതും ചീത്തതും പറയാനുള്ള ഇടയുണ്ട്. ചിലപ്പം പറയാം, അവന് അങ്ങനെ തന്നെ പ്രശ്നമാണ്, അത് പറയും പോട്ടടി കാര്യമില്ല, നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് അത് വേറെ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറയും അതൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ശരിയാവും, ഞാൻ പോട്ടെ. അപ്പം നമുക്ക് പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്നുള്ളത് നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ചറിഞ്ഞോളന്നില്ല. നമ്മൾ ചിലപ്പോൾ പല പൊട്ടത്തരങ്ങളും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നമ്മൾ ആരുടെ പോയി പറയണ്ട. അത് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ശരിയാവും, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ശരിയായിക്കോളും. ശരിയാവും എന്നുള്ള തോട്ട് വെച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുക. ഓക്കെ. ഫ്യൂച്ചർ പ്ലാൻസ്, ഇതും നിങ്ങൾ ആരുടെ പറയരുത്. ചിലപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കും, എന്നിരുന്നാൽ കൂടി നിങ്ങൾ ആരുടെ പറയരുത്. കുറച്ചും കൂടെ സക്സസ്ഫുൾ ആവുന്ന ഉറപ്പായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ പറയാനായിട്ട് നോക്കുക. ചിലപ്പോൾ അത് നശിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ അതിനെക്കുറിച്ച് ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ പറയുന്ന ഐഡിയനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാർ വരെ നമ്മളെ കയറി ഉപദേശിക്കാൻ നിൽക്കും, കുറേ അഡ്വൈസസ് തരും. അങ്ങനെ പറഞ്ഞ് എന്തിനാ അങ്ങനത്തെ പണിക്കൊക്കെ പോകാൻ നിൽക്കുന്നത്, വേണ്ട വിട്ടുകളാ. അല്ലെങ്കിൽ പറയും, ഇത് ഇത്ര വലിയ വിഷയമാണല്ലോ, എന്തിനാ ആടാന്നുകൊണ്ട്, അത് വേറെ വിഷയം. അല്ലെങ്കിൽ പറയും, ഇതിങ്ങനെയൊക്കെ ആട്ടോ, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇതിലും കുറേ തെറ്റായ അഡ്വൈസസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ തളർത്താൻ ഒത്തിരി പേരുണ്ടായിരിക്കും, അത് നശിപ്പിക്കാൻ കുറേ, കൊളാബ് ചെയ്യാൻ കുറേ പേരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ബിഗിനിങ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ പറയണ്ട മീൻസ് ഏറ്റവും അടുത്ത ആരുടെയും പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആയിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന മെൻറ്റേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ്സുമായിട്ട് കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോ, അങ്ങനത്തെ കുറച്ച് നിങ്ങൾക്ക് നോളജ് തരാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ
അവരുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഉള്ള നാട്ടുകാരുടെ അടുത്തും ഉള്ള ബന്ധുക്കളുടെ അടുത്തും ഉള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നന്നായിക്കൊള്ളുന്നില്ല. ഓക്കെ. അടുത്തതായിട്ട് ഫാമിലി സീക്രട്ട്. ഏതൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും ആ മെമ്പേഴ്സിൻ്റെ ഇടയിൽ കുറച്ച് പ്രൈവസിയും ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ ആ കുടുംബ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. അത് ആ ഒരു റിച്വൽസ് ആണെന്നുണ്ടെങ്കിലും ചില വിശ്വാസങ്ങളാണെന്നുണ്ടെങ്കിലും ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പരിധി വിട്ട് കുടുംബത്തിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പുറത്ത് പോകരുതെന്ന് ചില ഫാമിലി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പം എൻ്റെ കുടുംബത്തിലെ ഒരു വിഷയമുണ്ട്, എൻ്റെ ഫാമിലിക്കായിട്ടൊരു റിച്വൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, ഒരു വിശ്വാസം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് പറയാണ്ടിരിക്കുന്നതാണ് ഭേദം. അപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യം നിങ്ങൾ തന്നെ സീക്രട്ടായിട്ട് വെച്ചുകൊള്ളാൻ നോക്കുക. ഇപ്പോൾ ഒരു മെമ്പറെങ്കിലും അത് പുറത്തു പോയി പറഞ്ഞു നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫാമിലി മെമ്പറുമായിട്ടുള്ളൊരു ഗ്യാപ്പ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം നമുക്ക് വിശ്വസിച്ച് ഫാമിലിയിൽ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഫാമിലി സീക്രട്ട് എപ്പോഴും ഫാമിലി സീക്രട്ടായിട്ട് തന്നെ വെക്കുക, എല്ലാവരെയും അറിയിക്കേണ്ട. രണ്ടാമതായിട്ട് നമ്മുടെ പേഴ്സണൽ ട്രോമ. അത് ചിലപ്പോൾ ആരെങ്കിലും നമ്മൾ അബ്യൂസ് ചെയ്തതായിരിക്കും കുട്ടിക്കാലത്ത്, എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണമായിരിക്കും. ഇതൊന്നും നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരുടെ അടുത്തും പോയി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഉണ്ട് അല്ലേ. ഏതൊരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് ആ ട്രോമ മാറിക്കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ എന്നാലും നമ്മളൊരു ഹീലിംഗ് പ്രോസസ്സിനെ അത് ബാധിക്കുന്ന തരത്തിലായിരിക്കും. നമ്മൾ എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിമ്പത്തി വേറെ, അവരതിനെക്കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ വീണ്ടും ഓർക്കാൻ ഇടവരും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഇഷ്യൂ ആണ്. നമ്മളെ മനസ്സിനത് വല്ലാണ്ട് വേദനിപ്പിക്കും, നമ്മൾ വീണ്ടും ഓർക്കാൻ ഇടയാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രൊഫഷണൽസിൻ്റെ അടുത്ത് മീറ്റ് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം. അല്ലാത്ത പക്ഷം നിങ്ങൾ ആരുടെ പേഴ്സണൽ ട്രോമാസ് ഷെയർ ചെയ്യണ്ട. ലാസ്റ്റ് വൺ നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. നമ്മുടെ വർക്കിൽ കുറേ ഡാറ്റാസ് ഉണ്ടായിരിക്കും, പേഴ്സണൽ ഡാറ്റാസ് ഉണ്ടായിരിക്കും, കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് ഉണ്ടായിരിക്കും, ട്രേഡിംഗ് സീക്രട്ട് ഉണ്ടായിരിക്കും അല്ലേ. സെയിൽസിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് സീക്രട്സും കാര്യങ്ങളൊക്കെ അവർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ ദയവ് ചെയ്ത് ആരടുത്തും പോയി പറയരുത്. നമ്മൾ ആ കമ്പനീനെ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ആരടുത്തും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കരിയറിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി അത് ബാധിക്കും. സോ ഒരിക്കലും നമ്മുടെ വർക്ക് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സീക്രട്സ് ഒന്നും ആരടുത്തും പോയി പറയരുത്. അത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. സോ പറയരുത്. ഓക്കെ. അപ്പം ഇതൊക്കെ നമ്മൾ ഓവറായിട്ട് ആരടുത്തും എക്സ്പോസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച്, ആരടുത്തും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് രഹസ്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യാനും അത് മുതലെടുക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. സോ അങ്ങനെ ചെയ്യരുത്. ഓക്കെ.